തിരികെ സംവാദത്തിലേക്ക് ശ്രീ വിനോദ് നായർ തുടരാം. അപ്പോ ഞാൻ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലൈക്ക് ഇതില് ഇവർക്ക് ഈ പറഞ്ഞ MEയുടെ സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടും. അത് മാത്രമല്ല, ഇപ്പോഴ് കഴിഞ്ഞ മാസം ആഗസ്റ്റ് 15 തൊട്ട് തന്നെ ഖത്തറില് എംബസി ഓഫ് ഇന്ത്യ ഒരു പ്രവാസി ഭാരതീയ സഹായതാ കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു കോണ്ടാക്ട് നമ്പർ, അത് ഇപ്പം നിലവിൽ 925 ആണ് അവൈലബിൾ ഉള്ളത്. അതിൽ വിളിച്ച് കഴിഞ്ഞാൽ, ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വയറീസിന് ആൻസർ ചെയ്യാൻ 8 ഭാഷകളിൽ അവരത് ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരും പുറത്തുള്ള ആ നമ്പർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എംബസിയുടെ സൈറ്റിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കുള്ള ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നോർക്ക കൂട്ടുള്ള സംഘടനകളും ഇതിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ വരെ നമുക്ക് ഈ കാര്യങ്ങൾ ഒരു എന്താ പറഞ്ഞ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ECR, സ്പെഷ്യലി ഇപ്പം റൌഫ് ജി പറഞ്ഞു, നമ്പർ വരെ പറഞ്ഞു പുള്ളി എത്രയാണ് ECR പാസ്പോർട്ടിൽ നിന്ന് കേരളത്തിൽ വരണത്. അപ്പൊ നമ്മുടെ എയർപോർട്ട്സിലുള്ള, ഇന്ത്യയിലുള്ള, ഞാൻ കേരളത്തിൽ മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ എയർപോർട്ട്സിലുള്ള ECR പാസ്പോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരെ കർശനമായിട്ട് അവർക്ക് കോൺട്രാക്ട് ഇല്ലാതെ, അറ്റസ്റ്റഡ് കോൺട്രാക്ട് ഇല്ലാതെ പുറത്ത് പോവാൻ സമ്മതിക്കല്ല. അപ്പോ ഇപ്പൊ ഞങ്ങളുടെ ആയാലും ശരി, ഇപ്പം ICBF ആയാലും ശരി, എംബസി ആയാലും ശരി, ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ സംഘടനകളും ഈ പറഞ്ഞ വിസയുടെ വിഷയത്തിൽ പല ഫോറമിലും പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ആക്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്നാണ്. അത് ഒന്ന് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അവരുടെ ഈ കാശ് ഈ വ്യാജ ഏജന്റിന്റെ കയ്യിൽ പോവാതെ നമുക്ക് നോക്കാൻ പറ്റും. കാരണം എനിക്കറിയാവുന്ന കേസ്, സുരേഷ് ജി ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. കാരണം ഇപ്പം തന്നെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചയച്ച ഒരുപാട് ആൾക്കാരിൽ അവർക്ക് നാട്ടിൽ കടങ്ങളുണ്ട്. കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് 3 ലക്ഷം 5 ലക്ഷം കടമുണ്ട്. അവർക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടും അവർക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അവര് പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പോയിട്ട് അവിടുന്ന് വേറെ ഒരു വിസ എടുത്തിട്ട് നല്ല സ്ഥലത്ത് ജോലിക്ക് വരുവാന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ കൂടി അവിടെ നിലവിലുണ്ട്. അപ്പം ഇറ്റ്സ് എ സോഷ്യൽ ഇഷ്യൂ. അത് നമുക്ക് കളക്റ്റീവ്ലി തന്നെ അതിനെ കൈകാര്യം ചെയ്യണം. ശരി, ശ്രീ അബ്ദുറഫ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വലിയ പ്രതീക്ഷകളോടെ എത്തുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ചിലർക്ക് അടിതെറ്റുന്നു, അല്ലെങ്കിൽ അവർക്ക് ജീവിതം തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കും എത്തുന്നു. ഇവിടെ കൃത്യമായ ഒരു പ്രതിവിധി എന്നത് ഒരു ഉത്തരമില്ലാത്തൊരു സമസ്യയുമാണ്. കാരണം പല രീതിയിലാണ് ഈ ചതിക്കുഴികൾ ഏതൊരു വ്യക്തിക്ക് മുന്നിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ നോർക്ക അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിലടക്കം എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായും ഇത്തരം അവസ്ഥകൾ ഇല്ലാതാക്കാൻ സാധിക്കില്ല. കാരണം പലരും, അഭ്യസ്തവിദ്യരായ ആൾക്കാർ പോലും കൃത്യമായ രീതിയിൽ എന്താണ് ഈ വിസയുടെ സ്വഭാവം, അല്ലെങ്കിൽ എന്താണ് ഈ ജോലിയുടെ സ്വഭാവം, അല്ലെങ്കിൽ എന്താണ് ഈ വാഗ്ദാനം എന്നത് കൃത്യമായി പഠിക്കാനോ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ഒരു സമയം പോലും അവർ കൊടുക്കുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടുക, ഗൾഫിലേക്ക് എത്തുക, താൻ ആഗ്രഹിച്ചതുപോലുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക എന്നതാണ് പലരും ചിന്തിക്കുന്നത്, ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും കൃത്യമായി പഠിക്കാതെ, ഗ്രഹിക്കാതെ, മനസ്സിലാക്കാതെയാണ് അവർ വിമാനം കയറുന്നതും പിന്നീട് ഇവിടെ വഞ്ചിതരായി കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുന്നത്. ഇതിനെ ഒരു തടയിടുക, പ്രതിവിധി ഉണ്ടാക്കുക എന്നത് നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്, സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. പക്ഷേ അത് ദൗർഭാഗ്യവശാൽ ഉണ്ടാകുന്നില്ല. ഇനിയെങ്കിലും ഏതൊക്കെ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടൽ ഈ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്? നല്ല ഒരു വിശകലനമാണ് സുരേഷ് കാര്യങ്ങൾ സൂചിപ്പിക്കുക. നമുക്കറിയാം, മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായ നിയമനിർമ്മാണം നടത്തേണ്ടത് ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്, രണ്ടാമത്തത് അതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അതത് സ്റ്റേറ്റ് ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, 1983 ആണ് എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അന്ന് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ECR കാറ്റഗറിയിലുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞു. ഇപ്പോ 2020
നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് വളരെ ബൃഹത്തായ രൂപത്തിൽ എമിഗ്രേഷൻ ബിൽ 2020 എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും അതിപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകളുടെ ഒക്കെ ഒപ്പീനിയൻ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അതിൽ കൃത്യമായി പഠനം നടത്തി അതിന്റെ ആ ഒപ്പീനിയനൊക്കെ നമ്മളൊക്കെ കൊടുത്തതുമാണ്. അതിലൊരു പരിധി വരെ ഒരുപാട് പ്രയാസങ്ങൾ അതിനകത്തുണ്ട് എങ്കിലും ഒരു പരിധി വരെ ഇത്തരം വ്യാജ റിക്രൂട്ട്മെന്റുകളെയും ഒക്കെ തടയിടാനുള്ള നിയമ സംവിധാനങ്ങൾ അതിനകത്ത് വിപുലമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനകത്ത് ഹ്യൂമൻ സ്മഗ്ലിങ്ങിനെ കുറിച്ച് കൃത്യമായ ഡിഫിനേഷൻ വന്നിട്ടുണ്ട്. ആ നിയമം കൊണ്ടുവരുന്നത് തന്നെ UN കീഴിലുള്ള ഗ്ലോബൽ കോമ്പാക്ട് ഫോർ മൈഗ്രേഷന്റെ അടിസ്ഥാനത്തിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്ന രൂപത്തിലുള്ള ഒരു നിയമമാണ് ആ കൊണ്ടുവരുന്നത്. ആ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം അപാകതകൾ അതിനകത്തുണ്ട്. അത് ചൂണ്ടിക്കാണിക്കാൻ അവിടെയും ഞാൻ മറ്റൊരു നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വിഷയം യഥാർത്ഥത്തിൽ പ്രവാസി സമൂഹത്തിനകത്ത് പ്രവാസി സംഘടനകളുടെ അകത്ത് ഒന്നും തന്നെ കൃത്യമായി വിശകലനം ചെയ്യപ്പെട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമുക്കൊരു സംവിധാനം കൊണ്ടുവരുന്നു, ആ സംവിധാനത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നു. ആ അവസരങ്ങൾ നേരത്തെ ആകെ 3 ദിവസമായിരുന്നു ഈ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നത് എന്നതായിരുന്നു അതിൽ വലിയൊരു അപാകത, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ. പക്ഷെ സെൻട്രൽ ഗവൺമെന്റ് അത് 2 ആഴ്ചത്തേക്ക് കൂടെ നീട്ടിക്കൊടുത്തു. പക്ഷെ അപ്പോഴും പ്രവാസ ലോകത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടലുകളും അതിൽ വേണ്ട രൂപത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോ ഒന്നാമതായിട്ട് അതാണ്. അതിനകത്ത് തന്നെ പ്രധാനമായിട്ട് 1-2 കാര്യങ്ങൾ ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇതില് നേരത്തെ സുരേഷ് ജി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, വെബ്സൈറ്റ് മുഖേന ആളുകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതിനെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു ആക്ഷൻ അതിനകത്ത് വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ വഞ്ചിക്കപ്പെടുന്ന ആളുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഈ കാര്യത്തിൽ വലിയൊരു കാര്യങ്ങൾ വരേണ്ടതുണ്ട്. അതേസമയം ഈ ആളുകളെ നാട്ടിലെ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചുള്ള എല്ലാ നടപടികൾക്കും വിധേയമാക്കും എന്നുള്ളതാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിനെ തടയാനുള്ള ഒരു വലിയ ഒരു നിയമമായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ മൈഗ്രേഷനെ കുറിച്ചും ഇത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഗവൺമെന്റ് സമയാസമയങ്ങളിൽ പബ്ലിക്കേഷൻസ് ഒക്കെ ഇറക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും വേണ്ട രൂപത്തിൽ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നില്ല. അപ്പൊ നേരത്തെ വിനോദ്ജി ഇവിടെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ലീഗൽ മൈഗ്രേഷൻ എങ്ങനെ ചെയ്യാം, റിക്രൂട്ട്മെന്റ് ഏജൻസികളെ ചതിയിൽപ്പെടാതെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന രേഖകളുണ്ട്. പക്ഷെ ഇതൊന്നും തന്നെ വേണ്ട രൂപത്തിൽ നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഗവൺമെന്റുകൾക്കോ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾക്കൊന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിലേക്ക് വരികയാണെങ്കിൽ കേരള സർക്കാരും ഈ കാര്യത്തിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായമുണ്ട്. അതേസമയം നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോ ഒന്ന്, ഈ കോവിഡിന്റെ പ്രധാന പശ്ചാത്തലത്തിൽ രണ്ടാമത് തിരിച്ചു വരുന്ന സമയത്ത് ഈ റിക്രൂട്ട്മെന്റ് ഏജന്റുകളും ഒക്കെ തന്നെ വലിയ വല്ലവിരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എമിഗ്രേഷൻ ബില്ലിനകത്ത് ഒരു പ്രധാന കാര്യം പറയുന്നത് റിക്രൂട്ട്മെന്റ് ഏജന്റുകളായിട്ട് വ്യക്തികളെ, ഇൻഡിവിജ്വൽസിനെ അനുവദിക്കുന്നില്ല എന്ന്. ഇൻഡിവിജ്വൽസ് ആണ് കാര്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിലും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലും ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടത്തുന്നുണ്ട്. ഇന്നും പലർക്കും അറിയാത്ത ഒരു വിഷയമാണത്. സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോ അടുത്ത ഈ സമയത്ത് സ്പെസിഫൈഡ് സ്കിൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞ് ജപ്പാനിലേക്ക് മാത്രം 2023 ആകുമ്പോഴേക്ക് 2.5 ലക്ഷം ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ നോർക്കയുടെ കീഴിൽ ധാരാളം റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. ഒഡേപെക് എന്നൊരു സംവിധാനം 25 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലർക്കും ഇതിനെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ ഒരവബോധമില്ല. അവിടെ അവര് കൊടുക്കേണ്ട ചാർജ് എന്ന് പറയുന്നത് പരമാവധി 30,000 ആണ്. ഇന്ത്യയിലെ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് വെച്ചിട്ടുള്ള എമൗണ്ട് പരമാവധി 30,000 ആണ്.
അതിനപ്പുറത്തേക്ക് കൊടുക്കണമെന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഏജൻസികളിലൂടെ തന്നെ പോകുന്ന ആളുകൾക്ക് ഈ സംവിധാനങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് തിരിച്ചു പോയ ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വദേശ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുകയും അവർ രജിസ്റ്റർ ചെയ്യാൻ അവരോട് പറയുകയും, ഞാൻ നേരത്തെ ഒരു ചർച്ചയിലും ഇത് നമ്മുടെ ടി.വിയിൽ തന്നെ പറഞ്ഞതാണ്. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ആകെ 65,000 ആളുകൾ മാത്രമാണ് അതിൽ രജിസ്റ്റർ ചെയ്തത്. ധാരാളം കമ്പനികൾ ഈ ആളുകൾക്ക് വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെന്റിനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കാര്യമായ നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോ മറ്റന്നാള് കേരള ഗവൺമെന്റിന്റെ കീഴിൽ ഇതുപോലെയുള്ള പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നല്ല ഒരു സെമിനാർ നടന്നുകൊണ്ടിരിക്കുക. വിദേശത്തുള്ള തൊഴിൽ സാധ്യതകൾ എല്ലാം ജർമ്മനിയിലും ജപ്പാനിലും, അതായത് ഇനി ഒരു പുതിയ കൊറിഡോറിലേക്ക് ഈ സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നിലവിലുള്ള നിയമ സംവിധാനങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരാണ് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ അടുത്ത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നത്? നമുക്കറിയാം, റിക്രൂട്ട്മെന്റ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ പോകുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഇന്ത്യയിലുള്ളത് ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനങ്ങളിലാണ്, മഹാരാഷ്ട്ര, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലാണ്. കേരളത്തിൽ അതിന് വേണ്ട ഒരു കൃത്യമായ ഒരു റിക്രൂട്ട്മെന്റ് ബോഡി ഒന്നും കൂടെ ഗവൺമെന്റിന്റെ തലത്തിൽ ആ റിക്രൂട്ട്മെന്റ് വ്യാപിപ്പിക്കുക. ഇപ്പോ നോർക്കയുടെ ഒക്കെ കീഴിലുള്ള നമ്മളൊക്കെ ലോ കേരള സഭ മെമ്പർ എന്നുള്ള നിലക്ക് പലപ്പോഴും നമ്മളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്, ഗവൺമെന്റ് അത് പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് വ്യത്യസ്തമായ തലങ്ങളിലൂടെ ഒന്ന് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് അവയർനെസ് കൊടുക്കുന്ന കാര്യത്തിൽ ഇപ്പൊ നേരത്തെ വിനോദ്ജി ഇവിടെ സൂചിപ്പിക്കപ്പെട്ട PBSK, മദത്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒന്നും തന്നെ അറിയാത്ത, ഇന്നും ഈ ടെക്നോളജികളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഒക്കെ ഉണ്ടെങ്കിലും അത് വരുന്നില്ല. അത് പരമാവധി ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും എല്ലാം ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം സർക്കാരിനോട് എന്ത് വേണമെന്നുള്ളത് കൃത്യമായി പറയാനുള്ള ഒരു സംവിധാനം അത് സാമൂഹ്യ പ്രവർത്തകരായ ഞാനടക്കമുള്ള ആളുകൾക്ക് അവരുടെ മുന്നിൽ ഉണ്ടാവണം. ഇപ്പോ തന്നെ ഭാരത സർക്കാർ വലിയൊരു സംവിധാനം ഏർപ്പെടുത്തുന്നുണ്ട്. വലിയൊരു സ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ട് ഈ എമിഗ്രേഷൻ ബില്ലൊന്നും അല്ലാതെ തന്നെ വലിയൊരു സ്റ്റഡി കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കെന്ത് വേണമെന്ന് പറയാൻ ഇതുവരെ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ടോ? ഈ വ്യാജ റിക്രൂട്ട്മെന്റ് അടക്കം, വ്യാജ റിക്രൂട്ട്മെന്റ് എന്ന് മാത്രമല്ല, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ്, ആ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താനും അവിടേക്ക് ആളുകളെ എത്തിക്കാനും ഉള്ള ഒക്കെ സംവിധാനങ്ങൾ ഇപ്പൊ ആഫ്രിക്കൻ കൺട്രികളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ മൈഗ്രേഷൻ കൊറിഡോറുകൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സാധ്യതകൾ എന്താണെന്ന് അവരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനത്തിന് എല്ലാവരും കൈകോർക്കുകയാണെങ്കിൽ ഇതുപോലുള്ള വ്യാജ റിക്രൂട്ട്മെന്റുകളെ ഒരു പരിധിവരെ നമുക്ക് തടയാൻ സാധിക്കും. അതോടൊപ്പം ശക്തമായ നാട്ടിൽ ഉണ്ടാവുന്ന നിയമങ്ങളും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയും. താങ്ക് യു. യെസ്, ശ്രീ ഗോപിനാഥ് മേനോൻ, ഇവിടെ നമുക്കറിയാം ഇത്തരം വിസകളിൽ എത്തിയവർ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടാനും വിസ പുതുക്കാനും അടക്കം ഈ എക്സിറ്റ് പെർമിറ്റിനുമായി അടക്കം വീണ്ടും ഇടനിലക്കാരുടെ ചൂഷണത്തിന് വിധേയമാകേണ്ടി വരുന്നു. അതായത് ഒരു ചൂഷണത്തിന് വിധേയമാകുന്നു, പിന്നീട് ഈ ചൂഷണത്തിന് വിധേയമാകേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ, അത്തരം സാഹചര്യം ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിന് നിയമപ്രാബല്യമോ സംരക്ഷണമോ ഇവർക്ക് ലഭിക്കുന്നുമില്ല. കാരണം നിയമവിധേയമല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിയമവിധേയമായിട്ടാണ് അവർ വന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എന്ന് ധരിക്കുമ്പോഴും നിയമത്തിന് മുന്നിൽ അവർ അത്തരത്തിലുള്ള ഒരു ആനുകൂല്യങ്ങൾ അർഹിക്കുന്നുമില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിലടക്കം ഇവിടെ സൂചിപ്പിച്ചു, പലരും അബ്ദുൾ റഫ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ശ്രീ വിനോദ് നായർ അടക്കം പറഞ്ഞതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളുടെയും ഇടപെടൽ ആവശ്യമാണ് ഈ ഒരു വിഷയത്തിൽ. പക്ഷേ അതേസമയം തന്നെ ഈ പ്രവാസി സംഘടനകളുടെ ഭാഗത്തു നിന്നും സാമൂഹ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അടക്കം ഈ ഒരു വിഷയത്തിൽ ഇനിയും ഇടപെടൽ അനിവാര്യമല്ലേ, ആവശ്യമില്ലേ? കാരണം ഈ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഇത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണ് എന്ന് അവർക്ക് ഒരു ധാരണയുമില്ല, ഉണ്ടാകുന്നില്ല. പലർക്കും അത്തരം ധാരണ ഉണ്ടാകുന്നില്ല. പിടിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മറ്റ് നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകുമ്പോൾ മാത്രമാണ് തങ്ങൾ അകപ്പെട്ടത് വലിയ ഒരു ചതിക്കുഴിയിലാണ് എന്ന് പലരും തിരിച്ചറിയുന്നത്. അവരെ അതുമായി ബന്ധപ്പെട്ട് ബോധവാന്മാരാക്കാൻ വരുന്നവർക്ക് കൃത്യമായ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള
ധാരണകൾ ധരിപ്പിക്കാൻ എന്തൊക്കെ ഇടപെടൽ പ്രവാസി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്? ഈ ഒരു കാര്യത്തില് എനിക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോ ഈ 2022 ഖത്തറില് ഒരുപാട് കമ്പനികൾ റിക്രൂട്ട്മെന്റുകൾ നടക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിഫ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ഇതിലൂടെ തന്നെയാണ് ഇതിൽ ഒരുപാട് ചതിക്കുഴികൾ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പല കമ്പനികളും പല രീതിയിൽ വരും. ആദ്യം തന്നെ നോർക്ക റൂട്ട്സ് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ജില്ലകളിലും അതിനെ കുറിച്ച് അവിടെ പുറപ്പെടുന്ന അവിടുന്ന് വരുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ഇവിടുത്തെ ഇന്ത്യൻ എംബസിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ നിയമവശങ്ങൾ ഓരോ രാജ്യത്തെ ഓരോ ഗൾഫ് രാജ്യങ്ങളിലും ഓരോ സ്ഥലങ്ങളിലുള്ള അവരുമായിട്ട് ബന്ധപ്പെട്ട് ആ രീതിയിലുള്ള ആ മേഖലകളിലുള്ള ആൾക്കാരായിട്ട് സംവാദിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ലീഫ്ലെറ്റ്സുകൾ ഇറക്കി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്ത് അത് തന്നെ അവിടുന്ന് തന്നെ ബോധവൽക്കരിക്കാം. കൂടാതെ ഇവിടെ തന്നെ ഇന്ത്യൻ എംബസി തന്നെ പല ഹെൽപ്പ് ഡെസ്കുകളും ചെയ്യുന്നുണ്ട്. വിനോദ് ജി നേരത്തെ പറഞ്ഞ പോലെ 9 മണി തൊട്ട് വൈകുന്നേരത്തെ 5 മണി വരെ പല 8 ഭാഷകളിലെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. പിന്നെ ICBF ഉണ്ട്, ICC ഉണ്ട്, പല ഓർഗനൈസേഷൻ അതിന്റെ കീഴിലും പല പോഷക സംഘടനകളുണ്ട്. ഇവരെല്ലാം തന്നെ നമ്മൾ ഈ ലേബർ ക്യാമ്പുകളിൽ പോയിട്ടും പല സ്ഥലങ്ങളിൽ പോയിട്ടും അവർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ചതിക്കുഴികളെല്ലാം പെടുന്നു. ഇവിടെ വരുമ്പോൾ ഇത് ഏതെല്ലാം മേഖലയിലാണ് എക്സിറ്റ് പെർമിറ്റ് വേണ്ടത്, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും പിന്നെ വീട്ടുജോലി ഇരിക്കുന്നവർക്കൊക്കെയാണ് എക്സിറ്റ് പെർമിറ്റുകൾ ആദ്യം. ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് ഓണർഷിപ്പ് ഇരിക്കുന്നവർക്കൊക്കെയാണ് എക്സിറ്റ് പെർമിറ്റ് ഇവിടെ ആവശ്യം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ ഇത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് നോർക്ക റൂട്ട്സ് can play a very greater role along with the embassy officials. ഇവിടുത്തെ അസോസിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ലോക്കൽ അസോസിയേഷൻസുമായിട്ട് ഓരോ നോർക്ക റൂട്ട്സിന്റെ ഇവിടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. എന്നിട്ടും കൂടെ അവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് എന്തുമാത്രം വന്ന ആൾക്കാർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം. കൂടാതെ നമ്മൾക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. 2022 ആകുമ്പോൾ മോർ ദാൻ $100 ബില്യൺ ബിസിനസ് മേഖലയാണ് തുറന്നു കൊടുക്കാൻ പോകുന്നത് ഖത്തറിൽ. അപ്പൊ അത്രയും ഇത് വരുമ്പോൾ ഒരുപാട് റിക്രൂട്ട്മെന്റ് ഇപ്പൊ തന്നെ ഒരുപാട് ബസ് ഡ്രൈവേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലേക്കുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഓരോ മേഖലകൾ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു മേഖല എല്ലാ ജില്ലാ തലത്തിലും നമ്മൾ ഒരു നല്ലൊരു ബോധവൽക്കരണം ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിരുന്നാൽ മാത്രമേ നമ്മളിപ്പോ കേരളത്തെ കുറിച്ചാണ് പറയുന്നത് എങ്കിലും പൊതുവെ എല്ലാ മേഖലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് തന്നെ വേണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്. യെസ്, ശ്രീ വിനോദ് നായർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിഫ ലോകകപ്പിന് ഖത്തർ വേദിയാവുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വികസന പദ്ധതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നടക്കം ഒരുപാട് യുവാക്കൾ ഖത്തറിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഒരുപക്ഷേ ഈ കൊറോണയുടെ പ്രതിസന്ധി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടേക്ക് ഈ ജോലി തേടി എത്തുമായിരുന്നു. ഈ കൊറോണയുടെ ഒരു ആധി മാറി വരുന്ന ഒരു ഘട്ടത്തിൽ പലരും അതിൻ്റെ തയ്യാറെടുപ്പിലുമാണ്. അതുകൊണ്ട് ഈ ചതിക്കുഴികൾ കൂടുതൽ സജീവമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ശ്രീ ഗോപിനാഥ് മേനോൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടക്കുക എന്നതാണ് പുതിയ തൊഴിൽ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രയാസകരമായ കാര്യം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രവാസ ലോകത്തെത്തി ചതിക്കുഴിയിൽ അകപ്പെട്ട് തിരിച്ചറിവ് വന്ന് പിന്നീട് ഒന്നും രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഒരു വ്യക്തി മാത്രമല്ല, അവരുടെ കുടുംബം തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യം. അവിടെയാണ് പ്രവാസി സംഘടനകളുടെ ഇടപെടൽ വേണ്ടത്, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ വേണ്ടത്. അതിലുപരിയായിട്ട് അവർ ഓരോരുത്തരും ഓരോ വ്യക്തികളും കൃത്യമായ ഒരു ധാരണ ഈ ഒരു വിഷയത്തിൽ സ്വന്തമാക്കുകയും വേണം. അതേസമയം തന്നെ ഈ വെട്ടിപ്പ് നടത്തുന്നവർ, ചതിക്കുഴികൾ ഒരുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നില്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനും സാധ്യത? അവിടെ എത്രത്തോളം ജാഗ്രത വ്യക്തികളായി കഴിഞ്ഞാലും മറ്റ് സർക്കാർ സംവിധാനങ്ങളായി കഴിഞ്ഞാലും ഇനിയും വേണ്ടതുണ്ട്? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഏരിയ അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് ഏരിയ എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഇപ്പം നേരത്തെ അബ്ദുറോഫ് ജി പറഞ്ഞ കൊണ്ട് തന്നെ നിയമത്തിൽ മാറ്റം വരണം. അതിനെ ലീഗൽ വേ കൂടി തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതില് വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 8-9 കൊല്ലം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയർസിന്റെ ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ഇമിഗ്രൻസിന്റെ സുഷമാജി ഉള്ള ടൈം തൊട്ട് ഇപ്പം ജയശങ്കർജി വരെ വളരെ ഏകം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആൻഡ് അത് മാറ്റങ്ങൾ മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ അത് മാറ്റം വന്നു അല്ല, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. വളരെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഐ ഡോണ്ട് നോ, അതും ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ഒരു കാര്യമാണ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ അണ്ടറിൽ p.mea.gov.in എന്ന് പറഞ്ഞ ഒരു സൈറ്റ് ഉണ്ട്. അപ്പോ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഓറിയന്റേഷൻ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. സ്പെഷ്യലി ഈ സംഭവം, ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലോട്ടും മലേഷ്യ ആ ഏരിയയിലും ഗൾഫിലോട്ടും പോകാനുള്ള ഇമിഗ്രൻസിന് വേണ്ടിയുള്ള ഡൂസ് ആൻഡ് ഡോൺട്സ് എന്റെ ഒരു ട്രെയിനിങ് സെഷനാണ്. അത് ഐ തിങ്ക് 5 ദിവസം ഉള്ള ഒരു ട്രെയിനിങ് സെഷനാണ്. ഡെയിലി 9 to 5 അങ്ങനെയാണ്. ആൻഡ് അത് മാത്രമല്ല, കേരളത്തിൽ തന്നെ അതിന്റെ ട്രിവാൻഡ്രത്തും കൊച്ചിയിലും എനിക്കറിയാം എന്നുള്ളത് ഈ 2 സ്ഥലത്ത് എന്തായാലും അതിന്റെ ട്രെയിനിങ് സെന്റർ ഉണ്ട്. എറണാകുളത്ത് എനിക്കൊന്ന് ഇറാം ടെക്നോളജീസ് ആണ്, പിന്നെ ട്രിവാൻഡ്രത്ത് കൗഡിയാറിൽ ലേണാട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അതിന്റെ സെന്റർ ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ രജിസ്ട്രേഷൻ ചെയ്യാം. ഈ എംപ്ലോയ്മെന്റിന് വരുന്ന ആൾക്കാർക്ക് പ്രീ രജിസ്ട്രേഷൻ ചെയ്യാം. അല്ലാതെ അവിടെ കപ്പാസിറ്റി അല്ലെങ്കിൽ സീറ്റ്സ് ഉണ്ടെങ്കിൽ അവിടെ വാക്കിൻ്റെ ഫെസിലിറ്റി പോലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ എത്ര ഇമിഗ്രൻസ് അല്ലെങ്കിൽ എത്ര ജോലി തേടി ഗൾഫിൽ പോണ ആൾക്കാർക്ക് ഇത് അറിയാം. അവിടെയാണ് ഇതിന്റെ വിഷയം. ആക്ച്വലി ഫെസിലിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ റീച്ച് ഔട്ട് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പബ്ലിസിറ്റി അല്ലെങ്കിൽ ആ ഇത് തേടി ഇരിക്കുന്ന ആൾക്കാർക്ക് അത് എങ്ങനെ എത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അവിടെയാണ് ബേസിക്കലി നമുക്ക് ഈ ഗവൺമെന്റ് മെഷീനറീസും ഏജൻസീസും വർക്ക്. ആൻഡ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് ഇപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ലേബർ ഏജൻസീസ് ഉണ്ട്, അവരുടെ ത്രൂ നമുക്ക് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസി ഭാരതീയ ബീമാ യോജന 275 രൂപയ്ക്ക് 10 ലക്ഷം രൂപ വരെ കവറേജ് ഉണ്ട്. ഇവിടെയും ഇതിലും ഇതുണ്ട്. ഇത് ഈ വ്യാജ ഏജന്റുമാര് ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്, അവർ 275 വെച്ചിട്ട് ഇവർ ഇൻഷുറൻസ് എടുക്കണം. അതിലും ബെനിഫിഷ്യറീസിന്റെ പേരിൽ ഈ പാവപ്പെട്ട ആൾക്കാരുടെ ഇവർ ഏജന്റ് അവരുടെ പേരാണ് ഇടണത്. അപ്പം ഒരു 100 പേരെ എന്താ പറയുക ഗൾഫിലോട്ട് അയച്ചു കഴിഞ്ഞാൽ എല്ലാ 100 പേരിൽ ഒരു ബെനിഫിഷ്യറി വെച്ച് കഴിഞ്ഞാൽ അതില് 100 പേരിൽ നിന്ന് ഏതെങ്കിലും ആൾക്ക് അല്ലെങ്കിൽ ഒരു 1-2% ആൾക്കാർക്ക് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ആ ക്ലെയിം പോണതും ഈ ഏജന്റിനാണ്, ഇവരുടെ ഫാമിലിക്കല്ല. അപ്പൊ ഇങ്ങനത്തെ കുറെ അതില് ലൂപ്പ് ഹോൾസും കുറെ കാര്യങ്ങളും ഉണ്ട്. അത് ബേസിക്കലി ഗവൺമെന്റ് ഏജൻസീസ് തന്നെ മുമ്പോട്ട് വന്നിട്ട് ലീഗലായിട്ട് ഇതിൽ കുറെ ചേഞ്ചസ് ആൻഡ് കുറെ എന്താ പറയുക ടൈറ്റനിങ് ഓഫ് ദ റൂൾസ് എന്ന് പറയത്തില്ലേ നമ്മുടെ, അത് കൊണ്ടുവരേണ്ട ആവശ്യങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ME ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ ആയാലും ശരി, ബീമാ ഏജൻസി ആയാലും, പിന്നെ സ്കിൽ ഡെവലപ്മെന്റ് ഫോർ പീപ്പിൾ ഹു ആർ കമ്മിങ് സ്പെഷ്യലി ഫോർ ബ്ലൂ കോളേഴ്സ്, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രൊപ്പഗേഷൻ അത് ഗവൺമെന്റ് ഏജൻസീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. യെസ്, ശ്രീ അബ്ദുൾ റഫ്, നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇനി വരുന്ന അല്ലെങ്കിൽ ഇനി ജോലി തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു ചതിക്കുഴിയിലേക്ക് പെടാൻ പാടില്ല. അതിന് കൃത്യമായ നിയമ സംവിധാനങ്ങൾ കൂടി ഉണരേണ്ടതല്ലേ? അത് പ്രവാസ ലോകത്തെ നിയമ വ്യവസ്ഥയായി കഴിഞ്ഞാലും നമ്മുടെ സംസ്ഥാനത്തെ, അത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ മറ്റേത് ഭാഗങ്ങളിലായി കഴിഞ്ഞാലും അവിടുത്തെ പ്രാദേശികമായ സംവിധാനങ്ങളുടെയും നിയമവ്യവസ്ഥകളും കർക്കശമാക്കേണ്ടതില്ലേ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ദൗർഭാഗ്യവശാൽ നമ്മുടെ മലയാളികളായ ആൾക്കാർ ജോലി തേടി പോകുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ ഇത്തരം ചതിക്കുഴികളിൽ പെടുത്തുന്നത് സങ്കടകരമായ ഒരവസ്ഥ മലയാളികൾ തന്നെയാണ് എന്നതാണ്. അതിൽ കൂടുതൽ പേരും അങ്ങനെയുള്ള അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ പരിചിതമായ കമ്പനികൾ അവരിലൂടെയാണ് അവിടെ എത്തുന്നതും. പക്ഷേ പിന്നീട് ചതിയിൽ പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെ മറ്റെല്ലാവരും കൈയൊഴിയുകയാണ് ചെയ്യുന്നത്.
അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളും ഇത്തരം ചതിക്കുഴികൾ ഒരുക്കുന്നുണ്ട്. ഇങ്ങനെ ചതിക്കുഴികൾ ഒരുക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, ഇത്തരം ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെയും ഇത്തരം സാഹചര്യങ്ങൾ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നിയമ നടപടികൾ അവരുടെ നേരെ ഉപയോഗിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്? സർക്കാർ സംവിധാനങ്ങൾ ഏത് രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്? അതോടൊപ്പം തന്നെ ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഖത്തറിലേക്ക് കൂടുതൽ തൊഴിൽ സാധ്യതകൾ, ഒരുപക്ഷെ മറ്റ് ഗൾഫ് രാജ്യങ്ങളെക്കാൾ ഭാവിയിൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള ഒരു രാജ്യമായിട്ടാണ് ഖത്തർ വിലയിരുത്തുന്നത്, പ്രത്യേകിച്ച് ഈ ലോകകപ്പിൻ്റെ സാധ്യതകളൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൂടുതൽ പേർ തൊഴിൽ തേടി ആ രാജ്യത്തെ എത്തുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രാജ്യത്തെ സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ നോക്കി കാണുകയും ചെയ്യുന്നുണ്ട്. അവരോടും ഏത് രീതിയിലാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമ്മപ്പ് ചെയ്യുന്നത് ഇതാണ്. ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് വരുന്ന ആളുകൾ, ഇപ്പോ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ ഗൂഗിൾ ചെയ്തു പോയാൽ നോക്കിയാൽ പോലും കിട്ടാവുന്ന സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കെവിറ്റ് ദ എംപ്റ്റർ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇപ്പോ വാങ്ങുന്നവൻ സൂക്ഷിക്കട്ടെ എന്ന്. അവിടെ ആ നിയമം തന്നെയാണ് ഒന്നാമതായിട്ട് പറയാൻ. രണ്ടാമതായിട്ട് സംഘടനകളോ ആയിട്ടുള്ള ആളുകൾ, സോഷ്യൽ പ്രവർത്തകരൊക്കെ ഈ വിഷയങ്ങൾ, ഓരോ നിയമങ്ങളും പുതിയതായിട്ട് വരുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ നമ്മുടെ TV പോലുള്ള മീഡിയകളുടെയും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഈ ലേബർ റിഫോംസ് വന്നു. ഇപ്പോൾ തന്നെ ഒരു ആംനസ്റ്റി പ്രഖ്യാപിച്ചു. ഇപ്പൊ അത് തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ഡിസംബർ വരെ വിസകളൊക്കെ റെഡിയാക്കുന്ന ആളുകൾക്ക് അതിനുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ. മൂന്നാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോ എമിഗ്രേഷൻ ബില്ല് നടപ്പാക്കുകയാണെങ്കിൽ, അത് കൃത്യമായി അതിന്റെ ആ രൂപത്തിൽ തന്നെ നടപ്പാക്കുകയാണെങ്കിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകൾ ഉണ്ടാവുന്നുണ്ട്. ഈ എമിഗ്രേഷൻ ബില്ല് 2020 കൊണ്ടുവരുന്നതിന് മുമ്പ് 2019 കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതും നിയമമാക്കാൻ നമുക്ക് കൃത്യമായിട്ട് സാധിച്ചിട്ടില്ല. അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ തട്ടിപ്പിന് ഇരയായി കഴിഞ്ഞാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നതിന് പുറമെ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് അവർക്ക് കഠിനമായ ശിക്ഷ വരെ ഇതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടില് അതോടൊപ്പം നമ്മുടെ ഓരോ സംസ്ഥാന ഗവൺമെന്റുകളും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വ്യാജ റിക്രൂട്ട്മെന്റുകളെ എങ്ങനെ മുന്നോട്ട് അവരെ തടയുന്ന കാര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റും. ഒരു പക്ഷേ ഈ നിയമങ്ങളൊക്കെ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ എയർപോർട്ടുകളിലും മറ്റുള്ള ഭാഗങ്ങളിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട ബുക്ക്ലെറ്റുകളും മറ്റുമൊക്കെ വിതരണം ചെയ്തുകൊണ്ടോ ഒക്കെ ചെയ്യാൻ പറ്റും. നേരത്തെ വിനോദ് പറഞ്ഞ പോലെ തന്നെ പ്രീ ഓറിയന്റേഷൻ ആയിട്ട് അവർക്ക് വരാൻ പറ്റുന്ന സമയത്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മിനിസ്ട്രി ഓഫ് ലേബറിന്റെ ഒരു ട്രെയിനിങ് കോഴ്സിൽ പങ്കെടുത്ത സമയത്ത് അവർ പോലും അവിടെ പറഞ്ഞിട്ടുള്ളത് 2-3 ദിവസത്തെ ഒരു പ്രോഗ്രാം വെച്ചാൽ പോലും വളരെ 3-4 മണിക്കൂറുകൾ മാത്രമാണ് ഇത്തരം സബ്ജക്റ്റുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്. ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവുന്ന ഒരു സമയമാണ് എന്നുള്ളത് ഔദ്യോഗികമായിട്ട് തന്നെ ലഭിച്ചിട്ടുള്ള ഒരു വിവരമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പ്രാക്ടിക്കലായിട്ട് ഏത് രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാം, ഏത് ഗവൺമെന്റാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെന്റുകൾക്ക് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ആണ് സാധിക്കുക. അത് ജനങ്ങളുടെ ഇടയിലേക്ക് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ഇപ്പോ വിനോദ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ PPBY നല്ലൊരു സ്കീമാണ്. ആ സ്കീമും ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർക്കുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഡിയ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകര്, ഇവിടെ പ്രവാസികളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ അവരുടെ പരമപ്രധാനമായിട്ട് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ ഗവൺമെന്റ് സംവിധാനത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള റിക്രൂട്ട്മെന്റുകളെ പരമാവധി നമ്മൾ വിനിയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോഴും എത്ര പേർക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് ഏകദേശം ഒരു വർഷത്തോളമായി കൊണ്ടുവന്ന ഏറ്റവും നല്ല ഒരു സ്കീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, സ്പെസിഫൈഡ് സ്കിൽ വർക്കേഴ്സ്. 2.5 ലക്ഷത്തോളം ആളുകളെയാണ് ജപ്പാൻ റിക്രൂട്ട് ചെയ്യുന്നത്. അത് മാത്രവുമല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതിൽ കേരളത്തിലടക്കം മിക്കവാറും ജപ്പാനീസ് ലാംഗ്വേജ് പഠിക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരുന്നുണ്ട്.
ഇത്തരം സംവിധാനങ്ങളിലെ ഉള്ള പോരായ്മകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതോടൊപ്പം അതിനെ നമ്മൾ പരമാവധി രാഷ്ട്രീയ ഭേദം, ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവരുന്ന റിക്രൂട്ട്മെന്റുകൾ ധാരാളം നടക്കുന്നുണ്ട്. ടെക്നിക്കലും നോൺ ടെക്നിക്കലുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ ശ്രദ്ധ കൂടുതൽ പതിയുകയാണെങ്കിൽ ഇതിനെയൊക്കെ നമുക്ക് മറികടക്കാനുള്ള ഒരു സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അവയർനെസ് ജനങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ വിനോദ്ജിയുടെ കീഴിലൊക്കെ തന്നെയുള്ള ICBF ഒക്കെ ഈ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനും എന്നാൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഈ വിഷയത്തിലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് അഖിലേന്ത്യാ തലത്തിൽ ആ രൂപത്തിൽ എല്ലാ ആളുകൾക്കും, ഇപ്പൊ നമുക്കറിയാം റിക്രൂട്ട്മെന്റുകൾ ഈ ECR കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് UP ബീഹാർ സൈഡിലുള്ള ആളുകളാണ്. നമ്മൾ പലപ്പോഴും പ്രവാസികളുടെ പ്രശ്നത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിലേക്ക് ചുരുക്കി കിട്ടുന്ന ഒരു സംവിധാനത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവാസി സംഘടനകൾ തന്നെ ഒരു അഖിലേന്ത്യാ തലത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ ഉണ്ടോ എന്നുള്ളത് പോലും ഏതായാലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ വലിയ ഒരു ജാഗ്രത, ഇടപെടൽ തന്നെയാണ് ഒരു വിഷയത്തിൽ അനിവാര്യമായിട്ടുള്ളത്. ഒരുപക്ഷേ അത്തരം ഇടപെടൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നല്ല ജോലി, നല്ല ശമ്പളം, ശോഭനമായ ഭാവി ഈ പ്രവാസ ലോകത്തുള്ളത് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് ഇതൊക്കെയാണ്. പലരും ഇത് സ്വന്തമാക്കുകയും ചെയ്യും. എന്നാൽ വാഗ്ദാനങ്ങളിൽ വഞ്ചിതരാകുന്നവരും നിയമവിധേയമല്ലാത്ത മാർഗങ്ങൾ തേടുന്നവരും ജീവിതത്തിൽ എങ്ങും എത്താതെ പോവുകയുമാണ്. ഇതിനൊരു പ്രതിവിധിയാണ് വേണ്ടത്. ഈ പ്രതിവിധിക്ക് സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ രീതിയിൽ ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ വിനോദ് നായർ, ശ്രീ അബ്ദുറഫ്, ഒപ്പം ശ്രീ ഗോപിനാഥ് മേനോൻ. പ്രവാസികൾ പറയട്ടെ തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.